പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരല്പസമയം ശാന്തമായിട്ടിരിക്കാം. പലപ്പോഴും ആത്മീയ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവജനത്തിന് ഒത്തിരിയേറെ ഒരു വ്യക്തതയില്ലാത്ത ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ ആത്മരക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന ശത്രുവായ പിശാചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഒത്തിരിയേറെ പഠനങ്ങളും പ്രബോധനങ്ങളും ഈ വിഷയത്തിൽ അനേക നാളുകളായി കേൾക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ പിശാച് ആരാണ്? പിശാച് മനുഷ്യനെതിരെ, മനുഷ്യന്റെ ആത്മരക്ഷയ്ക്കെതിരെ എന്ത് ചെയ്യുന്നു? പിശാചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതൊന്നും വ്യക്തതയില്ലാത്ത അവസ്ഥയിൽ അനേകർ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ ഈ ആരാധനയെ സംബന്ധിക്കുന്ന അനേക മക്കൾ ഒരുപക്ഷെ ദൈവം ആരാണെന്നറിയാം, എന്നാൽ നമ്മുടെയൊക്കെ ദൈവം നൽകുന്ന രക്ഷയെക്കുറിച്ച് അറിയാം. എന്നാൽ നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തടസ്സം നൽകുന്ന അന്ധകാര ശക്തികളെക്കുറിച്ച് വ്യക്തതയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന അനേക മക്കളുണ്ട്. ഈ വിഷയം ഇന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒത്തിരിയേറെ മക്കൾ സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവർ ഈ പൈശാചികമായ സ്വാധീനത്തിലാണ് ചെന്ന് ചേരുന്നത്. ഒരു മനുഷ്യന്റെ നിലനിൽപ്പ് ഒന്നുകിൽ ദൈവത്തോടുകൂടെ, ദൈവത്തെ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞാൽ അവര് പിന്നീട് ജീവിക്കുന്നത് ഈ പൈശാചികമായ ശക്തികളുടെ ആധിപത്യത്തിലായിരിക്കും. ഈ രണ്ട് വിധത്തിലാണ് ഈ ലോകത്തിലൊരു മനുഷ്യാത്മാവിന്, ഒരു വ്യക്തിത്വത്തിന് നിലനിൽപ്പുള്ളത്. ഒന്നുകിൽ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി, ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവത്തോടുകൂടെ ഈ ലോകത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥകളിൽ സഭയിൽ നമ്മളായിരിക്കും. ഒടുവിൽ ഈ ലോക ജീവിതശേഷം നമ്മൾ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ എന്നുള്ള അവസ്ഥയിലേക്ക്, നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെടും. നിത്യകാലം നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കും. എന്നാൽ ഈ ലോക ജീവിതകാലത്ത് മനഃപൂർവ്വം ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിച്ചാൽ, അവർ ദൈവത്തെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നും പുറംതിരിഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ അവർ എത്തിച്ചേരുന്നത് ഈ പൈശാചികമായ സ്വാധീനത്തിൻ്റെ വലയത്തിൻ്റെ ഉള്ളിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മൾ സഭ വേണ്ട, പ്രാർത്ഥന വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിസാര കാര്യങ്ങൾക്ക്, ആത്മീയമായ പല കാര്യങ്ങളിലേക്കും വരുന്നതിന് മടിയായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അത് തിന്മയിലേക്കുള്ള ഒരു വലിയ ആകർഷണ വലയത്തിലാണത് അവരകപ്പെട്ടിരിക്കുന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ ആദ്യ ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാളേറെ അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അവർ പ്രകാശത്തിലേക്ക് വരുന്നില്ല, കാരണം അവർ പ്രവൃത്തികൾ അന്ധകാരപൂർണമാണ്. അന്ധകാരത്തിൻ്റെ ഒരു പ്രവർത്തനം, അന്ധകാരത്തിൻ്റെ ഒരു മേഖല ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല എന്നുള്ളതാണ്. പിശാചിനെ പിശാചായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ലോകത്തിൽ പിശാച് ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ, സാധിക്കുന്നവര് ഒരു പേപ്പറിലോ പേനയൊക്കെ എടുത്ത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് സഭയുടെ ഔദ്യോഗികമായ ഒരു പഠനം നമുക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, AD 1215 ലാറ്ററൽ സഭയിലെ ഒരു പഠനമാണ്, പിശാചുകളെ കുറിച്ച് 2ാം സഹസ്രാബ്ദത്തിൽ നടത്തിയ ആദ്യത്തെ ഔദ്യോഗിക പഠനമാണ് ഈ കൗൺസില്. മാലാഖമാരുടെ സ്വഭാവത്തെക്കുറിച്ചോ എണ്ണത്തെക്കുറിച്ചോ കൗൺസിലിൽ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് ദൈവമാണ്. ലാറ്ററൽ കൗൺസിലിൽ പഠിപ്പിച്ചത് 1215 പഠനത്തിൽ
ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് ദൈവമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവം പിശാചുകളെ സാത്താനായിട്ടോ സാത്താന്റെ രീതിയിലോ അല്ല സൃഷ്ടിച്ചത്. മാലാഖമാരായി സൃഷ്ടിച്ച അവർ പാപം ചെയ്ത് പിശാചുക്കളായി. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, യെശയ്യായുടെ പുസ്തകത്തിലും എസെക്കിയേൽ പ്രവചനങ്ങളിലും, എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം, യെശയ്യാ പ്രവചനം അതിൻ്റെ 13-14 അധ്യായങ്ങളിലും നമുക്ക് പിശാച് രൂപപ്പെട്ടത് എങ്ങനെയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ എസെക്കിയേൽ പ്രവചനത്തിൽ 28-ാം അധ്യായത്തിൽ ടൈർ രാജാവിനെതിരെ ഒരു വിലാപഗാനം എന്നുള്ളിടത്ത് സിംബോളിക്കലായിട്ട് സാത്താനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവൻ്റെ അധപതനം എപ്രകാരമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. എങ്ങനെ ദൈവത്തെക്കാളേറെ, ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കാൾ ഉപരി തൻ്റെ സിംഹാസനം അധികാരം സ്ഥാപിക്കാൻ, ദൈവത്തിന് ലഭിക്കുന്ന മഹത്വത്തെക്കാൾ തനിക്ക് മഹത്വം ലഭിക്കാൻ പിശാച് ആഗ്രഹിച്ചുവെന്നും, അങ്ങനെ തൻ്റെ ജ്ഞാനം ദുരുപയോഗിച്ച ആ ദൂതൻ ലൂസിഫർ അധപതിച്ച് പ്രകാശത്തിൻ്റെ മാലാഖയായിരുന്നു ലൂസിഫർ. ലൂസിഫർ എന്നുള്ള മീനിങ് അതാണ്. എന്നാൽ ജ്ഞാനം തൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ ദുരുപയോഗിച്ചപ്പോൾ ഈ ദൂതന് വേണ്ടി ഒരു കെരൂബിനെ കാവൽ നിർത്തിയിരുന്നു. തിളങ്ങുന്ന പ്രകാശപൂരിതമായ സ്ഥലത്ത് തനി തങ്കനിർമ്മിതമായ സ്വർണത്തിൽ ആ സ്വർഗീയ പ്രതലങ്ങളിൽ അവൻ സഞ്ചരിച്ച് അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വാദ്യമേളങ്ങൾ, അവന് ഉപയോഗിക്കാനുള്ള തമ്പുരു സൃഷ്ടിച്ചിരുന്നു എന്നാണ് വചനം പറയുന്നത്. എന്നുവെച്ചാൽ അവന്റെ സൃഷ്ടി തന്നെ ദൈവത്തെ ആരാധിക്കാൻ നേതൃത്വം കൊടുക്കുക എന്നുള്ളതായിരുന്നു. സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന ദൂതനാണ് അധപതിച്ച് ആ ദൈവത്തിന് ലഭിക്കേണ്ട ജ്ഞാനം അവൻ ദുരുപയോഗിച്ച് ദൈവത്തെക്കാളേറെ മഹത്വം ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ ആ സിംഹാസനത്തിന് ഉപരി മുകളിൽ എൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നുള്ള അഹങ്കാര തള്ളൽ കൊണ്ട് അധപതിച്ച് സ്വർഗത്തിൽ മിഖായേലും ദൂതന്മാരും അവനെതിരെ പോരാടി അവൻ വെട്ടി വീഴ്ത്തപ്പെട്ടു. അങ്ങനെയാണ് ഈ മാലാഖ അധപതിച്ച് പിശാചായി മാറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാച് സ്വർഗത്തിൽ വെച്ചുണ്ടായ യുദ്ധത്തിലും പരാജയപ്പെട്ടവനാണ്. അത് പരാജയപ്പെട്ടതിന് ചില കാരണങ്ങൾ പിശാച് ചില സഭാപിതാക്കന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്രകാരമൊക്കെയാണ്. അതായത് ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൂതന്മാരാണ്, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യന്മാർ. എന്നാൽ മനുഷ്യർക്ക് കാവൽക്കാരായിട്ട് ഈ മാലാഖമാരെ നിയോഗിക്കുകയാണ് ദൈവം ചെയ്തത്. യഥാർത്ഥത്തിൽ സ്ഥാനവും അവരുടെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ദൂതന്മാരുടെ സേവകരായിരിക്കണം മനുഷ്യര്. കാരണം ദൈവം കഴിഞ്ഞാൽ സ്വർഗത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ഉരുവാക്കപ്പെട്ട സൃഷ്ടികളാണ് മാലാഖമാര്. മാലാഖമാരുടെ സൃഷ്ടിയെക്കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കാണുന്ന ഒരു പോർഷൻ ഇതാണ്: ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ എന്ന് പറയുന്നിടത്ത് ആ സകലത്തിൻ്റെയും എന്നുള്ള വാക്കിൽ അദൃശ്യമായ സകലത്തും ഒരുപാട് മേഖലകളുണ്ട്. അത് സഭയുടെ പഠനം നമ്മൾ അതിന് ആഴങ്ങളിലേക്ക് ചെന്ന് പഠിക്കണം. വിശ്വാസ പ്രമാണത്തിൽ അത് ഷോർട്ടായിട്ട് ഒരൊറ്റ വാക്കിൽ നമ്മൾ കടന്നു പോവാണ്. ദൃശ്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പ്രപഞ്ചം നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നത്, കൈകൊണ്ട് സ്പർശിക്കാവുന്നത്, നമുക്ക് കണ്ടെത്താവുന്നത്, രുചിക്കാവുന്നത്, അനുഭവിക്കാവുന്നതൊക്കെയായ കാര്യങ്ങളാണ് ദൃശ്യമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവെന്ന് പറയുമ്പോൾ അദൃശ്യമായ ഒരുപാട് മേഖലകളുണ്ട്, ആ അദൃശ്യമായ ഒരുപാട് സൃഷ്ടികളുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു സൃഷ്ടിയാണ് ദൂതന്മാർ. അപ്പോൾ ഈ ദൂതന്മാരെ സൃഷ്ടിയുടെ മകുടമായ ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്ക് കാവല. ഹെബ്രായർ 1:14 രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് സേവ ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന സേവാത്മാക്കളല്ലേ ദൂതന്മാരെന്ന് വചനം പറയുന്നുണ്ട് ഹെബ്രായ ലേഖനത്തിൽ. രക്ഷയുടെ അവകാശികളാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൂതനെ സൃഷ്ടിച്ചതുപോലെയല്ല.
അവർ ഉത്ഭവത്തിൽ തന്നെ പരിശുദ്ധരാണ്. ദൂതന്മാർ ശുദ്ധരാണ്, അരൂപികളാണ്. ദൈവമഹത്വത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രകാശത്തിന് ചുറ്റും ആയിരിക്കുന്നവരാണ്. എന്നാൽ മനുഷ്യനെ മെനഞ്ഞെടുത്തപ്പോൾ ദൈവം തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും തൻ്റെ തന്നെ ശക്തിക്ക് സദൃശ്യമായ ശക്തിയെ നൽകിയും തൻ്റെ തന്നെ മഹത്വം, രക്ഷയുടെ അവകാശമൊക്കെ നൽകി അവരെ നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് അവരെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവർക്ക് കാവൽ മാലാഖമാരായിട്ട് ദൂതന്മാരെ സൃഷ്ടിക്കുകയാണ്. മാത്രമല്ല, ഈ പിശാചിന്റെ വലിയ പ്രലോഭനത്തിൽ അകപ്പെട്ട ആദ്യ സ്ത്രീയായ ഹവ്വ അധപതിച്ചു പോയി അവളിൽ നിന്നും തിന്മയുടെ സന്തതികളിൽ ലോകത്തിൽ ജനിച്ചപ്പോൾ ദൈവം മറ്റൊരു സ്ത്രീയെ കൃപ നിറച്ച് ഉപയോഗിച്ച് പിശാചിന്റെ മേൽ അധികാരമുള്ളവളാക്കി, മറിച്ച് പിശാചിന്റെ കണ്ണുകളിൽ നിന്ന് അവളുടെ ജനനത്തെയും അവളിലുള്ള കൃപയുടെ നിറവിനെ മറച്ചുവെച്ച് അവളിലൂടെ രക്ഷാകരമായ ഒരു സംഭവം ഈ ലോകത്തിൽ, ഇതെല്ലാം ദൈവിക ജ്ഞാനത്താൽ മുൻകൂട്ടി അറിഞ്ഞ ഒരു ദൂതനാണ് അധപ്പതിച്ച് ദൈവത്തിനെതിരെ തിരിഞ്ഞതെന്നാണ് ചില സഭാപിതാക്കന്മാർ പറയുന്നത്. അവൻ ആഗ്രഹിച്ചില്ല ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളിൽ നിന്നും ജനിക്കാൻ പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ, അവർക്ക് ഇത്രമാത്രം വില കൊടുക്കുന്നത്, തങ്ങളെക്കാൾ വലിയ സ്ഥാനം കൊടുക്കുന്നത് ഈ ദൂതന് ഒട്ടും സഹിച്ചില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാച് പരാജയപ്പെട്ട ഒരു ശക്തിയാണ്. ഞാനിന്ന് പറയാൻ കാരണം, നമ്മളിന്ന് മലയാള സിനിമയിൽ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ ക്രമീകരിക്കുകയുണ്ടായി. ഇല്ലുമിനാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരിയേറെ പേർക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായ അറിവ് ഒന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്, എമ്പുരാൻ എന്നുള്ള പേരിൽ. ഞാനിത് പറയുന്നത് സിനിമാക്കാർക്ക് ഒരു പരസ്യം കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, ദൈവമക്കൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് ഈ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് നമ്മൾ കടക്കുന്നു. മാർച്ച് മാസത്തിൽ ഇത് റിലീസാകാനിരിക്കുന്ന, കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സൈറ്റാനിക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഫിലിമാണ്. എ ഡീൽ വിത്ത് സൈറ്റൻ എന്നാണ് ഇതിന്റെ ക്യാപ്ഷൻ. അതിന്റെ ലോഗോയിൽ തന്നെ ദുർമന്ത്രവാദത്തിന്റെയും അതുപോലെ പൈശാചികമായ ആരാധനകളുടെയൊക്കെ ആലേഖനങ്ങളിലുള്ള ചിത്രങ്ങളും ഒക്കെയാണ് ഇതിന്റെ ലോഗോയിലൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. പിശാചിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിൽ ചെയ്യുന്ന കുറേ കർമ്മങ്ങളുണ്ട്. നമുക്ക് ഈ ഹോളി മാസം ഉള്ളതുപോലെ തന്നെ സാത്താന് വേണ്ടി ബ്ലാക്ക് മാസ് നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. സൈറ്റാനിക് ചർച്ചകളുണ്ട് ലോകത്തിൽ. അവിടുത്തെ കറുത്ത കുർബാന എന്ന് പറയും, കറുത്ത കുർബാന, ബ്ലാക്ക് മാസ്, ഒരു സൈറ്റാനിക് വർഷിപ്പാണത്. അനേകർ ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തിന്റെ ശത്രുവായ ലോകത്തിൽ ജീവിച്ച് തങ്ങളുടെ തന്നെ ജീവിതത്തെയും ശരീരത്തെയും ഒക്കെ പിശാചിന് സമർപ്പിച്ച് ജീവിക്കുന്നവര്, അവര് ദൈവത്തിന്, നമ്മൾ സത്യദൈവത്തിന് കൊടുക്കുന്ന ആരാധന പോലെ തന്നെ പിശാചിന് അവര് ഒരു വണക്കം കൊടുത്ത് പിശാചിന്റെ ആഗ്രഹം പോലുള്ള ഒരു ജീവിതം, ഏറ്റവും മ്ലേച്ഛകരമായ ഒരു ജീവിതത്തിനുള്ള എല്ലാ വഴിത്താരകളും അവർക്ക് അവിടെ തുറന്നു കൊടുക്കുകയാണ്. ജഡികമായ ആഗ്രഹങ്ങളുടെ സംതൃപ്തി, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അത്തരത്തിൽ പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒത്തിരിയേറെ മ്ലേച്ഛ കാര്യങ്ങളിൽ അവർ അടിപ്പെടുകയാണ്. 1960 കാലഘട്ടങ്ങളിലൊക്കെ ആരംഭിച്ച ഫ്രീമേഴ്സണറി ഗ്രൂപ്പ് പോലുള്ളവരാണ്. അവരുടെ മെയിൻ അജണ്ടകളിൽ ഒന്ന് സഭയെ തകർക്കുക എന്നുള്ളതാണ്. കത്തോലിക്ക സഭയ്ക്കെതിരാണ് അവരിറക്കിയിരിക്കുന്ന എല്ലാ ഒത്തിരിയേറെ നിയമങ്ങളുണ്ട്. 33-ലധികം നിയമങ്ങളിൽ അനേകം നിയമങ്ങൾ ഇന്ന് സഭയ്ക്കകത്ത് അവർ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെയൊക്കെ കുറേ കാര്യകാരണങ്ങളാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ വിചിന്തനങ്ങളിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. സഭയിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രത്യേക വണക്കവും വിശുദ്ധ ബലിയർപ്പണ ശേഷമുള്ള വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം തേടിയുള്ള പ്രാർത്ഥനകളൊക്കെ നിർത്തലാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലും
വിശുദ്ധ കുർബാനയുടെ ഭയഭക്തി ആദരവുള്ള സ്വീകരണത്തിലും ബലിയർപ്പണത്തിന്റെ ഘടനകളിലും ഒത്തിരിയേറെ മേഖലകളിൽ ദൈവജനത്തിന്റെ ഇടവകയോടുള്ള ബന്ധത്തിലും അവരുടെ വിശുദ്ധ ജീവിതത്തിന്റെ മേഖലകളിലും മറിയത്തോടുള്ള വിശുദ്ധരോടുള്ള വണക്കത്തിലും ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് സത്യദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധിക്കും ദൈവത്തിന്റെ ആ ദൈവിക ജ്ഞാനത്തിലുള്ള ക്രമീകരണത്തിന് വിരുദ്ധമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാനായിട്ട് അതുമൂലം പിശാചിന്റെ പ്രത്യേകമായ ഒരു സമൂഹത്തിന്റെ പ്രവർത്തനം അതിന് കാരണമായി തീർന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊക്കെ കടപിടിക്കുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് പിശാചിനെ പ്രീതിപ്പെടുത്താനുള്ള ബ്ലാക്ക് മാസ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവര് ഡീൽ വിത്ത് ഡെവിൾ എന്ന് പറയുന്ന ഈ പിശാചിനോടൊരു പ്രത്യേക ഉടമ്പടി ചെയ്യുന്ന ഈ ഒരു കാര്യം ഇന്ന് ഈ മാർച്ചില് കേരളത്തിൽ ചെയ്യാനായിട്ട് അവരിയ്ക്കുന്നത്. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വൈദികർ ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അനേകം സഭാ ശുശ്രൂഷകര് ഈ ഒരു ബോധവൽക്കരണം അനേകം ദൈവമക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. വളരെയധികം വേദനാജനകം എന്ന വിധത്തിൽ ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുന്ന സത്യദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കേണ്ട അനേകര് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന, ന്യായീകരിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ലോകത്തിൽ കണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അറിയണം, സാത്താൻ എന്ന് പറയുന്നത് ഒരു പരാജയപ്പെട്ട ശക്തിയാണ്. സാത്താനെ പ്രീതിപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായി നിലനിൽക്കുന്നതൊന്നും നമുക്ക് നേടിയെടുക്കുക സാധ്യമല്ല. സത്യദൈവം മാത്രമാണ് നിലനിൽക്കുന്ന അജേയമായ ശക്തി. സത്യദൈവം എന്നത് സ്വർഗത്തിന്റെ പ്രകാശമാണ്, മഹത്വമാണ്, തേജസ്സാണ്. ആ സത്യദൈവത്തോട് കൃപയിലും പരിശുദ്ധിയിലും ചേർന്ന് നിന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി രക്ഷയിലും വിശുദ്ധിയിലും നിത്യ ആനന്ദത്തിലും ഒക്കെ നമുക്ക് പ്രത്യാശയിലും ആയിരിക്കാനായിട്ട് സാധിക്കൂ. പരാജയപ്പെട്ട പൈശാചികമായ ശക്തിയെ പ്രീതിപ്പെടുത്താനും അതിനെ മഹത്വവൽക്കരിക്കാനും ഈ ലോക ജീവിതത്തിൽ അവനുമായൊരു പ്രത്യേക ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉടമ്പടി ചെയ്യാനും ഒരിക്കലും ഇടവരരുത് പ്രിയപ്പെട്ടവരെ. സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു കാര്യം അറിയുക, ആ പോക്ക് സാത്താനിലേക്കാണ്. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച സാത്താനിലേക്കാണ്. പ്രകാശത്തിൽ നിന്നുള്ള അകൽച്ച അന്ധകാരത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രത്യേകം അറിയണം, നമ്മളിത് കാണാനോ അല്ലെങ്കിൽ അത് കാണുന്നതിലൂടെ അത് സഹകരിക്കുന്നതിലൂടെ വെറും ഒരു ഫിലിമല്ലേ എന്നുള്ള ഒരു ന്യായീകരണത്തിലൊക്കെ ഇതിൻ്റെതായ കാര്യങ്ങൾ അതിലൊക്കെ അവർ ക്രമീകരിച്ചു വിടുന്ന പല ലോഗോസും അതിൽ ക്രമീകരിച്ചു വിടുന്ന പല പാട്ടുകളും, തമ്പുരാനെ എന്ന് ഒത്തിരി വേദന വരുമ്പോൾ, വിഷമം വരുമ്പോൾ, ഭാരം വരുമ്പോൾ എൻ്റെ തമ്പുരാനെ എന്ന് വിളിക്കുന്ന മക്കള് ആ തമ്പുരാൻ എന്നുള്ള വാക്കിന്റെ ആദ്യത്തെ ആ താ എന്നുള്ള വാക്ക് അവർ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഇതൊരു സൈറ്റാനിക് ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളിത് ബോധത്തോടുകൂടെ ആയിരിക്കണം. നമ്മൾ യാതൊരു തരത്തിലും പിശാചിനോട് യാതൊരു തരത്തിലുള്ള ഉടമ്പടിക്കും വിട്ടുപോകരുത്. ഒരു കാര്യം പ്രത്യേകം ആത്മാവിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. പിശാചിനോട് ഒരു ഉടമ്പടിയിൽ എവിടെയൊക്കെ ആരൊക്കെ വരാൻ പരിശ്രമിച്ചിട്ടുണ്ടോ അവിടെ നാശം കടന്നു വരുന്നത് കാണാം. കാരണം പിശാച് സമം നശിപ്പിക്കുന്നവെന്നാണ് അർത്ഥം. കൂട്ടമരണങ്ങളും കൊലപാതകങ്ങളും കുടുംബങ്ങളിൽ ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥകളും ഭക്തിരാഹിത്യവും അവിശ്വാസവും അകൃത്യങ്ങളും വർദ്ധിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കും. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഈ വന്യമൃഗങ്ങളുടെ കൂട്ടത്തോടെ നഗരങ്ങളിൽ ഇറങ്ങിയുള്ള ആക്രമണമൊക്കെ അതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരിയേറെ ആത്മീയ പിതാക്കന്മാര് ഇതിനെയൊക്കെ ഒരു ചരടിൽ കോർത്ത രീതിയിലാണ് ഇതൊക്കെ കാണുന്നത്. വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ, ഒരു കൊലപാതകത്തിന്റെ വാർത്തയെങ്കിലും കാണാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടോ പ്രിയപ്പെട്ടവരെ? വളരെ കുരുന്നു ജീവിതങ്ങൾ പോലും നന്മയും തിന്മയും പറയാമാകുന്നതിന് മുൻപേ ദുരുപയോഗിക്കപ്പെടുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ, എത്രയോ അബോർഷനുകൾ, എത്രയോ കൊലപാതകങ്ങൾ, എത്രയോ ദാമ്പത്യ അവിശ്വാസങ്ങൾ, വ്യഭിചാരങ്ങൾ, വ്യഭിചാരശാലകളെ കൊണ്ട് ലോകം നിറയുകയാണ്. ദാമ്പത്യ ബന്ധത്തിന് മനുഷ്യൻ വില കൽപ്പിക്കാത്ത കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള അകൃത്യങ്ങൾ ലോകം മലിനമാകുന്നുവെങ്കിൽ
അതിൻ്റെ പുറകിൽ പരിശുദ്ധാത്മാവല്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. മദ്യപാനം, പുകവലി, ഡ്രഗ്സ്, ലഹരിയുടെ അടിമത്തങ്ങൾ, മ്ലേച്ഛതകൾ, ജഡിക വികാരങ്ങൾ, വിചാരങ്ങൾ, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, വ്യഭിചാരം, ഇതുപോലുള്ള അകൃത്യങ്ങളിൽ മനുഷ്യര് ഈ പ്രപഞ്ചത്തെ തന്നെ തങ്ങളുടെ പാപ ആസക്തി കൊണ്ട് സത്യദൈവത്തിൽ നിന്ന് അകന്ന് ഇപ്രകാരം മ്ലേച്ഛതയിൽ അവർ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അന്ധകാര ശക്തികളുടെ സ്വാധീന വലയത്തിലാണ് ഇതുപോലെ പ്രപഞ്ചം തന്നെ ദുഷിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ പരാജയപ്പെട്ടവനെങ്കിലും പിശാചിന്റെ സാന്നിധ്യം ഈ ലോകത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയണം. അവൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, എന്നാൽ അവൻ നിർവീര്യമാക്കപ്പെട്ടിട്ടില്ല, ഇല്ലാതാക്കപ്പെട്ടിട്ടില്ല. പിശാചിനെ നിത്യനരകത്തിലേക്ക് എന്നേക്കുമായി നിത്യനരകാഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയുന്നൊരു സമയമുണ്ട്. വെളിപാട് 21 സ്വർഗത്തിൽ നിന്ന് മിഖായിൽ ഇറങ്ങി വന്ന് അവനെ എന്നേക്കുമായി കെട്ടുന്ന പൂട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ പിശാച് പരാജയപ്പെട്ടവനെങ്കിലും അവൻ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നരകശക്തികൾ ഒരിക്കലും സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഭാമക്കളെ വഞ്ചിക്കാനും വഴിതെറ്റിക്കാനും അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ മുമ്പിലും പ്രലോഭനമായിട്ടും പ്രകോപനമായിട്ടും പലവിധത്തിൽ പിശാച് കുടുംബങ്ങളിലും സഭയ്ക്കകത്തും കൂട്ടായ്മകളും കയറിക്കൂടി ചിഹ്ന ഭിന്നമാക്കി, വാശി കൊടുത്ത്, വെറുപ്പ് കൊടുത്ത്, വിദ്വേഷമുണ്ടാക്കി, ശത്രുതയുണ്ടാക്കി, കലഹ സ്വഭാവമുണ്ടാക്കി, ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തേക്കാൾ മറ്റു പല കാര്യങ്ങൾക്ക്, ആത്മാവിന്റെ രക്ഷയേക്കാൾ മറ്റു പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും ഒക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിയുക, പിശാച് തന്ത്രപൂർവം ചതിക്കുന്നവനാണ്. പൗലോസ് പറയുന്നുണ്ട്, അവന്റെ വഞ്ചനയെ പറ്റി നമുക്ക് അറിവുള്ളതാണല്ലോ. പൗലോസ് അവരെടുത്ത് പറയുന്നുണ്ട്, പിശാചിന്റെ വഞ്ചനയെ പറ്റി നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ എന്ന് വചനം പറയുന്നുണ്ട്. ലാറ്ററൽ കൗൺസിലറാണ് ഇതിനെക്കുറിച്ച് ആദ്യമായൊരു പഠനം സഭയ്ക്കകത്ത് നമ്മൾ കാണുന്നത്. വിശുദ്ധ ബൈബിളിൽ ഒത്തിരിയേറെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രലോഭകൻ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പ്രലോഭകൻ എന്ന് വിളിക്കപ്പെടുന്നു. കൊലപാതകി, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. നുണയൻ, യോഹന്നാൻ 8:45. അന്തിക്രിസ്തു, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ. അരാജകൻ, അരാജകത്വത്തിന്റെ നിയമനിഷേധത്തിന്റെ ഒരു ശക്തിയായിട്ട് അരാജകൻ, അധത്തിന്റെ മനുഷ്യനെന്ന് അവിടെ വിളിക്കുന്നുണ്ട്. ബലിയാൽ എന്ന് വിളിക്കുന്ന ഹീനനായ മനുഷ്യൻ എന്നതിന്റെ അർത്ഥം. ആഭാസൻ, ബലകെട്ടവൻ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സഭയോട് ചേർന്ന് കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ, ശക്തിയിൽ, സ്വർഗത്തിന്റെ സ്വന്തമായി ജീവിക്കേണ്ട മനുഷ്യര് ഇന്നൊരു പക്ഷെ ലോകത്തിൽ ഹീനനായ മനുഷ്യനായിട്ട്, ആഭാസനായിട്ട്, വിലകെട്ടവനായിട്ട് ജീവിക്കുന്നെങ്കിൽ അവനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അവനെ നയിക്കുന്നത് പൈശാചിക അരൂപികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. 2 കൊരിന്തോസ് 8:6-15 പറയും, നിയമലംഘകൻ, ദുർമാർഗികൾ, ഇവരൊക്കെ സാത്താൻ എന്ന പദത്തിന് പര്യായ പദമായിട്ട് വരുന്ന വാക്കുകളൊക്കെ. അധിപൻ, ആർഖോൺ, മാമോൻ, ശത്രു, എക്ത്രാസ്, ദുഷ്ടൻ, ഈ പേരുകളെല്ലാം ബേൽസെബൂൽ, സാത്താൻ, പിശാച്, ഇതൊക്കെ ബൈബിളിൽ പിശാചിന്റെ പര്യായ പദങ്ങളായി നമ്മൾ കാണുന്നതൊക്കെയാണ്. പിശാചിന്റെ ലക്ഷ്യം മനുഷ്യന്റെ ആത്മാവിന്റെ നാശമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിൽ ഒത്തിരിയേറെ ആളുകൾ ഈ മീഡിയ ഒക്കെ മനുഷ്യർക്ക് ഒത്തിരിയേറെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാവുന്ന ദൈവിക സംവിധാനങ്ങളാണ്. എന്നാൽ അത് ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നതിനുള്ള ചാലകങ്ങളായിട്ടാണ് അതൊന്നും പരിണമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാത്താനോട് ഉടമ്പടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ. വ്യക്തികളെയും കുടുംബങ്ങളെയും നമ്മുടെ കുട്ടികളെയും പ്രത്യേകിച്ച് യുവതീയുവാക്കളെയും വൈദികരെയും സമർപ്പിതരെയും പിതാക്കന്മാരെയും കുടുംബജീവിതക്കാരെയും
ഏകസ്ഥരെയും ശുശ്രൂഷകരെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ധ്യാന കേന്ദ്രങ്ങളൊക്കെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമ്മൾ ഈ അന്ധകാര ശക്തിയുടെ ഈ ഉടമ്പടിയിൽ നിന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ചെറിയ രീതിയിലല്ല, വളരെ വലിയ രീതിയിൽ തന്നെ മനുഷ്യനെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നുള്ള കാര്യമാണ്, ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവിൽ പ്രത്യേകം ആത്മാവിൽ വെളിപ്പെടുത്താൻ ഇന്ന് ദൈവം തന്നെ ആഗ്രഹിച്ചത്. അതുകൊണ്ട് നിമിഷം നമുക്ക് കരങ്ങളൊന്നും യാചനത്തിൽ പിടിച്ച് ഈ പരാജയപ്പെട്ട ശക്തിയുടെ കൂടെയുള്ള ജീവിതത്തെക്കാൾ നിത്യജീവന്റെ സമൃദ്ധിയായ നിത്യസമാധാനം നൽകുന്ന നിത്യരക്ഷ നൽകുന്ന യേശുവിനെ ഹൃദയം തുറന്ന് മനുഷ്യമക്കൾ സ്നേഹിക്കണം, ആരാധിക്കണം. കുടുംബങ്ങളിൽ വിശുദ്ധിയിൽ, ദാമ്പത്യ ബന്ധങ്ങളിലും ബന്ധങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കണം. നമ്മുടെ കണ്ണുകളിലും നാവിലും ഒക്കെ വിശുദ്ധി വേണം. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വിശുദ്ധി വേണം. നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധി വേണം പ്രിയപ്പെട്ടവരെ. നിത്യജീവനെ ലക്ഷ്യമാക്കി ദൈവത്തിന്റെ പരിശുദ്ധിയിൽ വിശുദ്ധമായ ഒരു ആരാധനാ ജീവിതത്തിനായി, സാക്ഷി ജീവിതത്തിനായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അതിനെതിരായി ഇന്ന് ലോകത്തിൽ പിശാചൊരുക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് അതെല്ലാം ചിഹ്ന ഭിന്നമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും നവവൃന്ദ മാലാഖമാരുടെയും കാവൽ മാലാഖമാരുടെയും ഒക്കെ പ്രത്യേകം മധ്യസ്ഥം അയച്ചുകൊണ്ട് റഫായേൽ, ഗബ്രിയേൽ ദൂതഗണങ്ങളോടൊക്കെ ചേർന്ന് യേശുവിന്റെ രക്തം ഉപയോഗിച്ച് യേശുവിന്റെ കുരിശിന്റെ മുദ്രയിൽ യേശുവിന്റെ നാമം പറഞ്ഞ് നമ്മൾ പരിത്യാഗങ്ങൾ ചെയ്ത് ഒക്കെ നമ്മൾ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പിശാചിന്റെ ആ തന്ത്രം എല്ലാവിധത്തിലും ചിഹ്ന ഭിന്നമാകാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ യാതൊരു പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പം ശക്തിയോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ചത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും തിന്മകൾ മാറിപ്പോകട്ടെ. മദ്യപാനത്തിന്റെ അരുവികൾ വിട്ടുപോകട്ടെ. വഴക്കിന്റെ അരുവികൾ വിട്ടുപോകട്ടെ. വെറുപ്പിന്റെ അരുവികൾ വിട്ടുപോകട്ടെ. ദുർമാതൃകയുടെ അരുവികൾ വിട്ടുപോകട്ടെ. ആസക്തിയുടെ അരുവികൾ വിട്ടുപോകട്ടെ. അഹങ്കാരത്തിന്റെ അരുവികൾ വിട്ടുപോകട്ടെ. അനുസരണക്കേടിന്റെ അരുവികൾ വിട്ടുപോകട്ടെ. ദൈവ കൃപ നൽകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കൈകളടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ രക്തത്താൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ രക്തത്താൽ. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ രക്തത്താൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ രക്തത്താൽ. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കളുടെ മുമ്പിൽ. ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിനണിയായി. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുൻപിൽ. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുൻപിൽ.
അണിയണിയായി ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയായി. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ രക്തത്താൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ രക്തത്താൽ. യേശുവിന്റെ നാമം അഗ്നിയാണ്. യേശുവിന്റെ വചനം വാളാണ്. യേശുവിന്റെ ആത്മാവ് അരുളി ചെയ്യും. എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. അന്ധകാരത്തിന്റെ കോട്ടകളും ഈ കാലഘട്ടത്തിലെ എല്ലാ ചതിയുടെ വ്യാപാരങ്ങളും ഈ രാത്രിയിൽ കത്തിച്ചാമ്പലാകട്ടെ. യേശുവിൻ നാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ നാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ ആത്മാവരുളി ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. യേശുവിൻ ആത്മാവരുളി ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ രക്തത്താൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ രക്തത്താൽ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.